കോട്ടയം കുറിച്ചിയിൽ നിന്ന് കാണാതായ കുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിയെ കാണാതാകുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപ് പായിപ്പാട് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. കുറിച്ചി സ്വദേശിയായ സനു ശരണ്യ ദമ്പതികളുടെ മകനായ 12 വയസ്സുകാരനെയാണ് കാണാതായത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി ഈ കുട്ടി ട്യൂഷൻ ക്ലാസ്സിനായി പോയതാണ്. എന്നാൽ സാധാരണഗതിയിൽ 8:30 ട്യൂഷന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്താറാണ് പതിവ്. 8:30 കഴിഞ്ഞിട്ടും എത്താത്തൊരു സാഹചര്യത്തിലാണ് കുടുംബം ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നത്. ട്യൂഷൻ സെന്ററിൽ വിളിച്ച് തിരക്കിയപ്പോൾ കുട്ടി അവിടെ എത്തിയിട്ടില്ല എന്നൊരു മറുപടിയാണ് ലഭിക്കുന്നത്. ഇതിന് പിന്നാലെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും നേതൃത്വത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു. അത്തരത്തിലൊരു പരിശ്രമം നടത്തിയെങ്കിലും കുട്ടിയെ പ്രദേശത്തെങ്ങും കണ്ടെത്താൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് കുടുംബം ഇത് സംബന്ധിച്ച് ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയത്. പോലീസ് കേസെടുത്ത വളരെ ഊർജിതമായി തന്നെ ഈ കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ പായിപ്പാട് നിന്ന്, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്ക് സമീപം പായിപ്പാട് നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ആശങ്കകളുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. അതിലിപ്പോൾ ഒരു വിരാമമായിരിക്കുകയാണ്. 12 വയസ്സുകാരനായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ, കുറിച്ചിയിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ആ കുട്ടി അല്പസമയത്തിനകം തന്നെ കുട്ടിയെ പോലീസ് മാതാപിതാക്കൾക്ക് കൈമാറുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതായത്. ട്യൂഷന് പോയ കുട്ടി പിന്നീട് ട്യൂഷൻ സെൻ്ററിൽ എത്താതിരിക്കുകയും മടങ്ങി വീട്ടിലേക്ക് എത്താതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമായിരുന്നു. ഇതേ തുടർന്നാണ് കുടുംബം ഇത് സംബന്ധിച്ച പോലീസിൽ പരാതി നൽകിയത്. എന്താണെങ്കിലും നാട്ടുകാരടക്കം വലിയ ജാഗ്രതയോടുകൂടി ആ കുട്ടിയെ കണ്ടെത്താനുള്ള തിരച്ചിലൊക്കെ നടത്തുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പായിപ്പാട് നിന്ന് ഈ കുട്ടിയെ കണ്ടെത്തിയെന്നുള്ള ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത്. കോട്ടയത്തു നിന്നും വിവേക് ജി വിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.